വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്നറിയാമോ? ഈ വെള്ളമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? അതായത് മഴയെ പേടിച്ച് ജീവിക്കുന്ന ഒരു നാടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ സ്വന്തം കുട്ടനാട്. മഴ പെയ്ത് കഴിഞ്ഞാലുള്ള അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പോയി കണ്ടാലോ? അപ്പോൾ നമുക്ക് നേരെ വിട്ടാലോ? നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടനാടിൻ്റെ പല ചെറിയ ഗ്രാമപ്രദേശങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെയൊക്കെ ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് കുട്ടനാടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. അപ്പം ഈ വഴിയിലെല്ലാം വെള്ളം കയറി ആകപ്പാടെ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ അന്നേരം വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ്. 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ ഇവിടെ എല്ലാം വെള്ളം കയറും. എല്ലാ വീടിൻ്റെ മുറ്റത്തും റോഡിലും എല്ലാം വെള്ളം കയറും. ഈ റോഡിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം മഴ ഇല്ലായിരുന്നത് കൊണ്ടാണ് ഈ റോഡിലൊക്കെ വെള്ളം ഇറങ്ങി പോയതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം റോഡിൻ്റെ അതേ ലെവലിൽ ഇപ്പോഴും വെള്ളം നിൽക്കുന്നു. എന്തായാലും നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരാം. ഇവിടെയുള്ള ആൾക്കാരുടെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെയധികം എന്നാ പറയുന്നത്, ഭയങ്കര പ്രയാസപ്പെട്ടുള്ള ജീവിതമാണ് കേട്ടോ. ഈ ഒരു 6 മാസം കരയിലും 6 മാസം വെള്ളത്തിലാണ്. നമുക്കിത് കാണുമ്പോൾ ഭയങ്കര ഒരു എന്നാ പറയുന്നത്, ഒരു ആകാംക്ഷയും ഒരു പുതുമയൊക്കെ തോന്നും. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു ജീവിതം ഒരു ഭയങ്കര എന്താണ് പറയുന്നത്, ഒരു അതിനെന്താ പറയുന്നത്, ഒരു പേര് പറയല്ലോ. 6 മാസം ഇവിടെ വെള്ളമാണ് കേട്ടോ. ഇവിടെ നോക്കി ഇതുണ്ടോ, ഒരു ആൻറ്റി നടന്നു പോകുന്നുണ്ടോ വെള്ളത്തിൽ കൂടെ. സൈഡിൽ കൂടെ വഴിയും വെള്ളത്തിലാണ്. നോക്കി, നല്ല ഒഴുക്കാണ്. വെള്ളം ഷൂന്നും പറഞ്ഞ് ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതേ, ഇവിടുത്തെ ആൾക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. 6 മാസം എന്ന് പറഞ്ഞാൽ ഒരു 3-4 മാസം എന്തായാലും മഴയായിരിക്കും. ആ മഴ സമയത്തെല്ലാം ഇവിടെ വെള്ളമാണ്. വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങാൻ പറ്റത്തില്ല, അതുപോലെ വെള്ളമായിരിക്കും. പിന്നെ അടുപ്പിച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം പോകും. അതുകൊണ്ട് ഭയങ്കര ദുരിതമാണ് കേട്ടോ ഇവിടുത്തെ ഒരു ജീവിതം എന്നൊക്കെ പറയാം. കാണാനും നമ്മളിതുപോലെ ഇടയ്ക്ക് വന്നു പോയി നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാനും ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഒരു സന്തോഷവും ഒരു ഇതൊക്കെ തോന്നും. എന്തെന്ന് പറഞ്ഞാലും ഇവിടെയുള്ള ആളുകൾ അവരുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓൾറെഡി നല്ല തണുപ്പല്ലേ, വെള്ളം കൂടി ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന സമയത്ത് നല്ല തണുപ്പായിരിക്കും. ഇപ്പം വെള്ളമെല്ലാം ഇറങ്ങി പോയിട്ടുണ്ട് റോഡിൽ നിന്ന് കേട്ടോ. ഞാൻ റോഡിലെല്ലാം വെള്ളമായിരിക്കും എന്നുള്ള കണക്കൂട്ടിലാണ് വന്നത്. എന്തായാലും റോഡിലൊന്നും വെള്ളക്കെട്ടുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല, എന്തായാലും ഇറങ്ങിപ്പോയതാണ്. ഒരു 2-3 ദിവസം മഴ പെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അങ്ങ് വെള്ളം ഇറങ്ങിപ്പോകും കേട്ടോ, അതാണ് എനിക്ക് തോന്നുന്നത്. ഒരു 3-4 ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളം കയറുകയും ചെയ്യും. അതാണ് വിഷയം. ഇതുണ്ടോ റോഡിലൊക്കെ നിന്ന് മീൻ പിടിക്കുന്നതാണ്, വല വീശു വേണം. റോഡിലൊക്കെ ഇത് വല വീശുന്ന കേസ്. വേറൊരുത്തൻ്റെ കയ്യിൽ ഒരു വലയ്ക്കകത്ത് കുറച്ച് മീനും ഉണ്ട് കേട്ടോ, ചെറിയ മീനുകൾ. അത് ഈ റോഡിലൊക്കെ വന്ന് കയറുന്ന സമയത്ത് വല വീശും, അങ്ങനെ ആയിരിക്കും. ഇവിടെ പിന്നെ എങ്ങോട്ട് വല വീശിയാലും മീനാണ്, എല്ലായിടത്തും വെള്ളമായതുകൊണ്ടേ. ഇവിടെയൊക്കെയുള്ള ആൾക്കാർ, നമ്മളൊക്കെ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കിടന്ന് പുതച്ചു മൂടി കിടന്ന് ഉറങ്ങാനുള്ളൊരു മൂടാണ് നമുക്ക് കേട്ടോ. പക്ഷേ ഇവിടെയുള്ള ആളുകൾക്ക് മഴ ഇതുണ്ടോ, വെള്ളം കിടക്കുന്നുണ്ടോ, എന്തായാലും എൻ്റെ പാറ്റ് മുഴുവൻ നനയും, മൊത്തം നനയും. നമ്മളെത്ര സൂക്ഷിച്ച് പോയെന്ന് പറഞ്ഞാലും വെള്ളം അടിക്കും.
ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാരുടെ കാര്യമൊന്നും പറയണ്ടല്ലോ. നമ്മളൊക്കെ ഒരു നല്ലൊരു മഴ പെയ്ത് കഴിയുമ്പോൾ നമ്മൾ പുതച്ച് മൂടി കിടന്ന് ഉറങ്ങാൻ തോന്നും. നല്ല തണുപ്പ്, നല്ല പുതച്ച് മൂടി നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. ഒരു കാപ്പിയൊക്കെ തിളപ്പിച്ച്, അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ കണ്ട്, അല്ലെങ്കിൽ സിനിമയൊക്കെ കണ്ട് നമ്മൾ കിടന്ന് ഉറങ്ങാൻ തോന്നും. പക്ഷേ ഇവിടെയുള്ള ആളുകൾക്ക് മഴ പെയ്യുമ്പോൾ ടെൻഷനാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് ആദ്യം അതേപോലെ ആകപ്പാടെ ഒരു ഭയമൊക്കെ ആയിരിക്കും. എപ്പോഴാണ് വെള്ളം പോകുന്നത്, എപ്പോൾ വെള്ളം കയറും, വീടിൻ്റെ മുറ്റത്ത് വെള്ളം കയറുമോ, ഈ നശിച്ച മഴയൊന്ന് മാറിയാൽ മതി എന്നൊക്കെയുള്ളൊരു രീതി ആയിരിക്കും കേട്ടവർക്ക്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരൊക്കെ ഇതിനോടൊക്കെ അങ്ങ് പൊരുത്തപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമുക്കെന്തായാലും ഇങ്ങനെ വെള്ളത്തിന് ഇങ്ങനെ വന്ന് താമസിച്ചാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കിതുമായിട്ടൊന്നും വലിയ ശീലമില്ല. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള ഈ റോഡിലൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് സൂക്ഷിക്കുക. ഈ മഴയത്ത് ഞാനെപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, മഴയത്ത് വണ്ടി ഓടിക്കുമ്പോഴേ സൂക്ഷിക്കണം. റോഡിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും ആയിരിക്കത്തില്ല. എങ്ങാനും ചെറിയൊരു ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായാൽ വണ്ടി കയ്യിൽ നിന്ന് മറിഞ്ഞ് താഴെ പോകാനുള്ള ചാൻസ്. അതുകൊണ്ട് അത് സൂക്ഷിക്കുക. അപ്പോൾ എന്തായാലും ഈ റോഡിലൊക്കെ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. രണ്ട് സൈഡിൽ നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ്. നമുക്കിങ്ങനെ കാഴ്ച കാണാം എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഈ കുട്ടനാട്ടിലൊക്കെ ആരെങ്കിലും ഒക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെയൊക്കെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെന്ന് എനിക്ക് അതൊരു അറിയാൻ പറ്റുമല്ലോ. ഇവിടെയൊക്കെ ആൾക്കാരെൻ്റെ വീഡിയോസ് കാണുന്നുണ്ടോ ഇല്ലോ. അപ്പം അതാണ് കാര്യം കേട്ടോ. നല്ല രസമുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്തൊരു ദുരിതം തന്നെയാണ്. ഇതുകൊണ്ട് വെള്ളം കിടക്കുന്നുണ്ടോ? ഈ വെള്ളവും ഈ വഴി കിടക്കുന്ന വെള്ളവും അപ്പുറത്തെ കായലിലെ വെള്ളം, തോട്ടിലെ വെള്ളം എല്ലാം ഒരേ ലെവലിലാണെന്നുള്ളതാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം ഇടുക്കിക്ക് പോയതും വാഗമണിന് പോയതും ഒക്കെ അവിടുത്തെ മഴവെള്ളം ഒഴുകി പോകുന്നതെല്ലാം ഇങ്ങോട്ടേ വരുന്നത്. ഇവിടാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് പതുക്കെ കടലിലോട്ട് ഇവിടുന്നാണ് ഇറക്കി വിടുന്നത്. നോക്കിയേ, വെള്ളം കിടക്കുന്നുണ്ടോ? ഇനിയിപ്പോൾ ഇവിടുന്ന് പതുക്കെ അത് കടലിലോട്ട് ഇറങ്ങും വെള്ളം. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുവരെ കടലിലോട്ട് ഇറങ്ങുന്നോടം വരെ ഇതിങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുള്ളതാണ്. ഇതുകൊണ്ട് റോഡിലും കായലിലും കരയിലും എല്ലാം ഒരേപോലെ വെള്ളമാണ് കേട്ടോ. നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ മീൻപിടുത്തക്കാരെ കാണാം കേട്ടോ. വലയും ചൂണ്ടയൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഈ റോഡ് സൈഡിൽ നിൽപ്പുണ്ട്. നല്ല രസമുള്ള കാഴ്ചകളൊക്കെ. നമുക്ക് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും ഇവിടെ വന്നു കഴിയുമ്പോൾ. എൻ്റെ പൊന്നോ, ഇതിനകത്തൂടെ എങ്ങനെ ഇറക്കും എൻ്റെ ഗെയ്സ്? ഓക്കെ, എൻ്റെ ഓൻ്റെ അടിപൊളിയാട്ടോ. ഒരു രക്ഷയില്ല. കാല് മൊത്തം നേരെ വണ്ടി എങ്ങനെ ഓഫായി പോയി കഴിഞ്ഞാൽ നമ്മൾ കാല് കുത്തി അതിനകത്ത് നിൽക്കേണ്ടി വരും കേട്ടോ. വേറെ വണ്ടിത്തിരക്കോ ഒന്നുമില്ല. വണ്ടിത്തിരക്കോ ബഹളങ്ങളോ ആൾത്തിരക്കോ ഒന്നും ഇല്ല. എല്ലാവരും ഇവിടുന്നൊക്കെ പകുതി പേരും വേറെ സ്ഥലത്തോട്ടൊക്കെ മാറി കാണണം. ഇതുപോലെ വെള്ളമൊക്കെ വലിയ പാടല്ലേ. നോക്കിയാൽ വെള്ളം കെട്ടിക്കിടക്കുന്ന കണ്ടോ ഗേയ്സ്? ഇവിടെ എവിടെയാണ് ആഴം? വല്ല കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി കുഴിക്കകത്ത് ചാടി ഞാൻ താഴെ പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും രണ്ട് കൽപ്പിച്ച് മുന്നോട്ട് പോവാം. ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം വെള്ളമാണേ. നമുക്ക് അപ്പുറത്തൊരു വെള്ളമില്ലാത്ത റോഡ് കാണാൻ പറ്റുന്നില്ല. റോഡ് മൊത്തം വെള്ളം, അങ്ങ് വരെ വെള്ളമാണ്. നമുക്ക് എന്തായാലും പതുക്കെ മുന്നോട്ട് പോയി നോക്കാം. ഈ വണ്ടിയുടെ ലെവലിൽ വെള്ളം മുകളിലോട്ട് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ നമുക്ക് നിർത്തി പോരാം കേട്ടോ. എനിക്ക് ആകെപ്പാട് ടെൻഷനുണ്ട്. ഇത് ചിലപ്പോൾ നേരെ ചെല്ലുന്നത് ചിലപ്പോൾ കായലിനകത്തോട്ട് ചെന്ന് പോയി വീണ പണിയാകും. ഇതെവിടെയാ കായൽ, എവിടെയാ തോടുന്നൊന്നും അറിയത്തില്ല. റോഡൊന്നും കാണത്തില്ലല്ലോ. നമുക്ക് എന്തായാലും ഇവിടെ നിർത്താം കേട്ടോ. ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് പോയാൽ വള്ളിയാകും. കാരണം ആഴക്കൂടുതലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ ഞാനവിടെ പെട്ടുപോകും. പിന്നെ എങ്ങാനും മഴയോ, ഇവിടെ മഴ പെയ്യുന്ന പോലെ അല്ല ഇവിടെ വെള്ളം കയറുന്നത്. വേറെ സ്ഥലത്തൊക്കെ മഴ പെയ്താലും പെട്ടെന്ന് ഇവിടെ വെള്ളം കയറും. അതുകൊണ്ട് നമുക്ക് വലിയ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. റിസ്ക് എടുക്കണ്ട, നമുക്ക് തിരിച്ചു പോവാം. അടിപൊളി എന്ത് കേട്ടോ, സൂപ്പർ. ഇത് നല്ല രസമുള്ള പരിപാടിയാണ് കേട്ടോ. ഞാനിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് പോകുന്ന നോക്കി ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഇവരെന്നെ കാണിക്കുന്നത് നോക്കി. നമുക്കിനിയും തിരിച്ചു പോകാം കേട്ടോ. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് റോഡ് ഏതാ വഴി ഏതാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ പോകുന്നതനുസരിച്ച് വെള്ളം കൂടിക്കൂടി വരുന്നുണ്ട്. വെള്ളത്തിൻ്റെ ലെവൽ കൂടിക്കൂടി വരുന്നുണ്ട്.
അവർ കുറേ പേര് സ്കൂട്ടറിൽ വന്ന് അവിടെ നിൽക്കുന്നുണ്ട്. അവർക്ക് അങ്ങോട്ട് പോകാൻ ടെൻഷനായിട്ടാണോ പേടിയായിട്ടാണോ എന്നറിയത്തില്ല അവിടെ നിൽക്കുന്നത്. എന്താണ് പിന്നെ ഇതുപോലെ വെള്ളത്തിൽ കൂടെ വണ്ടി ഓടിക്കാനായിട്ട് ഒത്തിരി പേര് ഇതിലെ കൂടെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ രണ്ടുപേരും ഇപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ അവർ കോട്ടയത്തു നിന്നൊക്കെ വരുന്നതെന്ന് പറഞ്ഞു. ഇതുണ്ടോ വെള്ളം കിടക്കുന്നുണ്ടോ? ഇവിടുന്ന് വലിയ വിഷയമില്ല, വലിയ ആഴമില്ല വെള്ളത്തിന്. വണ്ടി ഓഫായി വണ്ടി പണി കിട്ടി. ഇത് ഓഫാകായി പോകാൻ നോക്കണം കേട്ടോ. അത് വലിയൊരു സംഭവമാണ്. വെള്ളത്തിൽ വണ്ടി ഓഫായി കഴിഞ്ഞാൽ പണിയാവും. അപ്പോൾ നമ്മൾ വേണ്ട വേറെ റോഡിലോട്ട് വന്ന് കയറി കേട്ടോ. AC റോഡിലോട്ട് വന്ന് കയറിയിട്ടുണ്ട്. AC റോഡിൽ വെള്ളം അധികം ഇല്ല കേട്ടോ. വെള്ളം ഇങ്ങനെ ഇടവഴിയിലോട്ടൊക്കെ പിടിക്കാം. ഇടവഴി പോകുമ്പോഴാണ് രസം. കണ്ടോ കിടക്കുന്ന കണ്ടോ വെള്ളം. റോഡിലൂടെയൊക്കെ വള്ളമാണ്, വള്ളത്തേലാണ് റോഡിലൂടെയൊക്കെ ആൾക്കാർ. ഇത് പ്രത്യേക രസമുള്ളൊരു കാഴ്ചയല്ലേ. നമ്മളിപ്പോൾ ഇടുക്കിയും മലനിരകളും കുന്നും മലയൊക്കെ കണ്ട് ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. റോഡിലെല്ലാം വെള്ളം, നമുക്ക് ചുറ്റിനും വെള്ളം. കണ്ടോ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് തെന്നുന്നുണ്ട് കേട്ടോ. റോഡിൽ ടയർ പിടിക്കാതെ വരുമ്പോഴേ ചില സമയത്ത് വണ്ടിയുടെ ബാക്കി ടയർ തെന്നുന്നുണ്ട്. സ്പീഡിൽ പോകാനും പറ്റത്തില്ല കേട്ടോ. ഒരുപാട് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ വെള്ളം അടിച്ച് കയറും. പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് വീൽ ഇങ്ങനെ വെട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം വെള്ളമല്ലേ, വെള്ളത്തിനകത്തോടെ ഇതിങ്ങനെ അത്ര ഫോഴ്സ് ചെല്ലുമ്പോഴേ ടയറിൻ്റെ ഇത് ഇങ്ങനെ വെട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് കേട്ടോ ഫുള്ള് വെള്ളം കേസ്. റോഡിലൂടെ അങ്ങോട്ട് ഇങ്ങനെ ഒരു സൈഡിലോട്ട് ഒഴുകുന്നുണ്ട് വെള്ളം കേട്ടോ. ഒരുപാട് സ്പീഡിൽ പോകാനൊക്കത്തില്ല കേട്ടോ. നമ്മുടെ പാലും ദേഹം മുഴുവനും വെള്ളം അടിച്ച് കയറി നനയും. നമ്മുടെ ദേഹത്തോടെല്ലാം വെള്ളം വീഴും. അപ്പോൾ ഈ ഒരു ആ വെള്ളം പൊങ്ങുന്ന ഒരു ലെവൽ കണ്ടോണ്ട് നമുക്ക് സ്പീഡിൽ ഓടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മൊത്തം നനയും നമ്മൾ. എന്തായാലും നനയാൻ വേണ്ടി നമ്മൾ വന്നതാണല്ലോ. എന്തായാലും വിഷയമൊന്നുമില്ല. ഈ ബോട്ടൊക്കെ ഓടിച്ചോണ്ട് പോകുന്നവരുണ്ട് കേട്ടോ. നമ്മൾ വെള്ളത്തിൽ കൂടെ മറ്റേ ബോട്ട് ഓടിച്ചോണ്ട് പോകുന്നവരുണ്ട്. ഞാനിതുവരെ ബോട്ട് ഓടിച്ചിട്ടില്ല. എന്തായാലും ഇതോടുകൂടി നമ്മൾ ബോട്ട് ഓടിച്ചു കേട്ടോ. നമ്മൾ വെള്ളത്തിൽ കൂടെ ബോട്ട് ഓടിച്ചു ഗൈസ്. ഈ വഴി നേരെ പോകുന്ന പുളിങ്കുന്നിലാണ് കേട്ടോ. പുളിങ്കുന്ന് പള്ളിയുടെയൊക്കെ അവിടെ ഒരു ചെങ്കാറുണ്ട്. ആ ചെങ്കാറിൻ്റെ ആ ഭാഗത്തേക്കാണ് ഈ റോഡ് കിടക്കുന്നത്. നമുക്ക് അവിടെ വരെ ചെല്ലാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒരുപാട് വെള്ളം പൊങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വരെ ബോട്ട് അവിടെ തിരിച്ച് പോരേണ്ടി വരും. ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതം ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ. അവർ ഇതിനെ അതിജീവിച്ച് ജീവിക്കുന്ന ആളുകളാണ്. വെള്ളത്തോട് പൊരുതി ജീവിക്കുന്ന ആൾക്കാരാണ് ഇവർ. പിന്നെ എപ്പോഴും വെള്ളമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലെന്ന് തോന്നുന്നു. നമുക്കിവിടെ നേരത്തെ 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാം. എന്തായാലും നല്ല രസമുള്ള ഫോട്ടോസ് കിട്ടും. നല്ല രസമുള്ള ഫ്രെയിമുകളാണ് കേട്ടോ. എങ്ങോട്ട് വെച്ചാലും നല്ല രസമാണ്. ഇതൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നതാണ് കേട്ടോ. നമുക്ക് വിട്ടാലോ? കുറേ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു. ഇനി കുറച്ച് റീൽസിനുള്ള സാധനം എടുക്കണം, ഫോട്ടോയും എടുക്കണം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാം. നല്ല രസമാണ്. നിങ്ങളിത് നോക്കിയേ, ഭയങ്കര ഭംഗിയില്ല കാണാനായിട്ട്. കുട്ടനാടിനെല്ലാം പ്രത്യേക ഒരു ഭംഗിയാണ് കേട്ടോ. ആലപ്പുഴ എന്ന് പറയുമ്പോൾ തന്നെ ഒരു വേറൊരു ലാൻഡ്സ്കേപ്പ് അല്ലേ. നല്ല വെള്ളവും തെങ്ങും നല്ല രസമുള്ള ഒരു കാഴ്ചകളാണ്. പക്ഷേ നമുക്കിതിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി തോന്നുമെങ്കിലും ഇവിടെയുള്ള ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് ഇവിടുത്തെ കുട്ടനാട്ടിലുള്ള ആരെങ്കിലും കാണുമ്പോൾ അവർ പറയുന്നുണ്ടായിരിക്കും ഇവരൊക്കെ വന്ന് ഭയങ്കര രസമായിട്ട് കളിച്ചിട്ടങ്ങ് പോവുക, നമ്മുടെ കാര്യം നമുക്കില്ല ഇറക്കുള്ളതെന്നൊക്കെ ഓർക്കുന്നുള്ള ആൾക്കാരുണ്ടാകാതിരിക്കും കേട്ടോ. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അപ്പം ഇവിടുത്തെ ജീവിതം വലിയൊരു കഷ്ടപ്പാട് ഉള്ള ജീവിതം തന്നെ കേട്ടോ. കുറേ നാൾ വെള്ളമായിരിക്കും ഇവരുടെ മുറ്റത്തും വെള്ളം, വീടിനകത്തും എല്ലാം വെള്ളമായിരിക്കും. കുറച്ച് ഈ വെയിലൊക്കെ വരുന്ന സമയത്ത്, ഈ മഴക്കാലം മാറുന്ന സമയത്താണ് പിന്നെ പഴയ രീതിയിലോട്ട് വരുള്ളൂ. അതുവരെയും വെള്ളമായിരിക്കും. ഭയങ്കര തണുപ്പുമായിരിക്കും കേട്ടോ. രാത്രിക്ക് നല്ല തണുപ്പുമായിരിക്കും ഇവിടെ കേട്ടോ. വീടിൻ്റെ മുറ്റത്തെല്ലാം വെള്ളമാണ്. നോക്കി
ഇതുണ്ടോ ഗൈസ്, ഒരു പള്ളിയുണ്ടോ? പക്ഷെ പള്ളിയൊക്കെ മണ്ണിട്ട് പൊക്കിയിട്ട് ആണ് വെച്ചേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് പിന്നെ പള്ളിയുടെ മുറ്റത്തൊന്നും വെള്ളമൊന്നും കയറത്തില്ല, അത് സീനില്ല. അപ്പോൾ അവർ പള്ളിയൊക്കെ നല്ല രീതിയിൽ മണ്ണിട്ട് പൊക്കിയിട്ടൊക്കെയാണ്. അതുകൊണ്ട് അത് ഈ പള്ളിയുടെ ശവക്കോട്ടയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. വെള്ളത്തിനകത്തൊക്കെ എങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിരുന്നത്? കണ്ടോ വേണ്ട. നല്ല റോഡാണ് കേട്ടോ, അതുകൊണ്ട് വിഷയമില്ല, വലിയ പ്രശ്നമില്ലാത്ത റോഡാണ്, നല്ല രീതിയിൽ പണിതിട്ടേക്കുന്ന റോഡാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോകാം വെള്ളത്തിലൊക്കെ ആണെങ്കിൽ. ഒരുപാട് വെള്ളം ഉണ്ടോ ഇല്ലോ എന്ന് നോക്കിയാൽ മതി. നമുക്ക് പിന്നെ റോഡിനകത്ത് നടുക്കത്തെ ഈ 2 പിള്ളേർ പോകുന്നുണ്ടോ, അവരുടെ ദേഹത്ത് വെള്ളം തെറിച്ചാൽ പ്രശ്നമാണ്. അവർ വല്ല തെറിയും പറഞ്ഞാൽ അത് നമ്മുടെ വീഡിയോയ്ക്കകത്ത് വരും. അപ്പോൾ ഈ വെള്ളത്തിനകത്തൂടെ പോകുമ്പോഴേ ഈ വൈറ്റ് ലൈനില്ലേ, ഈ ലൈൻ നമുക്ക് കാണാം. അതിൻ്റെ കാഴ്ച മങ്ങുമ്പോൾ നമ്മൾ ഓർത്തോളം അവിടെ ആഴക്കൂടുതലാണ്. അപ്പോൾ അവിടെ വരെ പോയാൽ മതി, അവിടെ നിന്ന് തിരിച്ച് പോരുക, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് നമ്മൾ നോക്കി അവർ അത് പോളയൊക്കെ നീക്കി വെള്ളമൊക്കെ സുഖമായിട്ട് ഒഴുകിപ്പോകാനുള്ള പരിപാടി ചെയ്യുവാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. തെന്നാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ ഇങ്ങനെ സ്പീഡിൽ പോയി കഴിയുമ്പോഴേ. നോക്കി അടിപൊളിയല്ലേ, പൊളി പൂടാ. ഹായ്, ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഇവിടോട്ട് വരണമെന്ന് കരുതി ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് അതിന് വരാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അങ്ങനെ നമ്മൾ വേണ്ടേ, ഞാൻ ആ പറഞ്ഞ ജങ്കാറിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. ഇതുണ്ട്, നേരെ കായലിലോട്ടാണ് ഈ വഴി. നോക്കി അവിടെ വരെ ഉള്ളു ഈ വഴി, അവിടെ കൊണ്ട് ഈ വഴി തീരുവാണ്. അപ്പോൾ അങ്ങ് ദൂരെ നോക്കിയാൽ നിങ്ങൾക്കൊരു KSRTC അവിടെ കിടക്കുന്ന കാണാം, അതിൻ്റെ തൊട്ട് പുറകിലൊരു ബോട്ട് കിടക്കുന്ന കാണാം. ബോട്ടും എല്ലാം ഒരേ ലെവലിലാണ് കേട്ടോ. നമുക്കിനി അങ്ങോട്ട് പോകുന്ന വലിയ റിസ്ക് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങോട്ട് പോകുന്ന ഒരു ആഴക്കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പെട്ടുപോകും. ഇതെങ്ങാനും ഓഫായി പോയി ചിലപ്പോൾ സ്റ്റാർട്ടായില്ലെങ്കിൽ ഞാനിവിടെ നിൽക്കേണ്ടി വരും, പോസ്റ്റാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടേ ഈ വെള്ളമില്ലാത്ത ഭാഗത്തോട്ട് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് നടന്നു പോയി കാണാം അവിടുത്തെ കാഴ്ചകൾ. ഈ ബ്രേക്ക് പാഡിനകത്തൊക്കെ വെള്ളം കയറിയിട്ടാന്ന് തോന്നുന്നു ബ്രേക്ക് പിടിക്കുമ്പോൾ വലിയ ബോട്ടൊക്കെ അല്ല ഈ വലിയ ബസ്സൊക്കെ ബ്രേക്ക് പിടിക്കുമ്പോൾ ഉള്ള ശബ്ദമാണ്. അപ്പോൾ നമ്മളിവിടെ ബൈക്ക് വെച്ചിട്ട് നമുക്ക് പതുക്കെ അങ്ങോട്ട് നടക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ വെള്ളത്തിൽ കൂടെ നടക്കുകയാണ് ഗെയ്സ്. നോക്കി രസമില്ലേ? ഇവിടെയൊക്കെ വെള്ളം ഇറങ്ങിപ്പോയതാണ് കേട്ടോ. കാരണം 2 ദിവസമായിട്ട് മഴയില്ലായിരുന്നല്ലോ, മഴ കുറവായിരുന്നു. അപ്പം അതുകൊണ്ടായിരിക്കണം, വെള്ളക്കുറവാണ്, പ്രശ്നമില്ല. KSRTC കിടക്കുന്നുണ്ടോ? KSRTC ബോട്ടും ഒരേ ലെവലിലാണ് കിടക്കുന്നത്. ഇവിടം വരെ ഉള്ളു കേട്ടോ വഴി. ഇവിടുന്ന് അങ്ങോട്ട് ഇതാണ് കായൽ. ഇതുണ്ടോ ആ വള്ളം കിടക്കുന്ന കായലിലാണ്. അപ്പോൾ നമ്മൾ തിട്ടയൊന്നും അറിയാതെ ഇതിൻ്റെ ലെവലൊന്നും അറിയാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ കായലിനകത്ത് പോകും കേട്ടോ. നോക്കി അപ്പോൾ നമുക്കെന്തായാലും തിരിച്ചു പോവാമേ. ഇവിടെ ഇന്നാലേ എനിക്ക് ചെറിയ ടെൻഷനുണ്ട്, കാരണം നല്ല മഴക്കാറുണ്ട്. ഇങ്ങനെ മഴയെങ്ങാനും പെയ്ത് വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മൾ വന്ന വഴിക്ക് തിരിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകാം. ഇവിടെ വെള്ളത്തിൽ കിടന്ന് കളിക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് എങ്ങാനും വെള്ളം കയറിയാൽ പ്രശ്നമാവും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയേക്കാം. ഇതുണ്ട്, ഒരു കള്ള് ഷാപ്പൊക്കെ വെള്ളത്തിൽ മൂടി നിൽക്കുന്നുണ്ട്. വെള്ളത്തിൽ മുങ്ങി.
നമുക്കിനി ഇവിടുന്ന് പുളിങ്കുന്ന് പള്ളിയില്ലേ, പുളിങ്കുന്ന് പള്ളി കാണാൻ പോകാം. അതായത് മിന്നൽ വേള അത് ഷൂട്ട് ചെയ്ത സ്ഥലത്തോട്ട് പോകാം കേട്ടോ. അതിൻ്റെയൊക്കെ റീലുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ആ പള്ളിയുടെ അവിടെയൊക്കെ അവിടുത്തെ ഒരുപാട് റീലുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കും എന്തായാലും അവിടെ പോയി മിന്നൽവള എന്നുള്ള പാട്ട് ഷൂട്ട് ചെയ്ത ആ ലൊക്കേഷനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അവിടെ എല്ലാം വെള്ളത്തിലായിരിക്കും ഇപ്പോൾ. നമ്മുടെ പുളിങ്കുന്ന് പള്ളി, അതായത് പിണ്ണേത്താണ്ടി വരുവയൊക്കെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തൊരു പള്ളിയാണ്. നമ്മുടെ പിണ്ണേത്താണ്ടി വരുവയ്ക്കകത്ത് ഒരുപാട് സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ സ്ഥലത്ത്. അപ്പോൾ ഇതിലേക്കൂടെ അങ്ങോട്ട് പോകാം. ഇതിലേക്കൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ചെറിയൊരു ഇതുണ്ടോ, ഫുള്ള് വെള്ളമാണ് ഗീസ്. അപ്പോൾ ആ വീടിനകത്തെല്ലാം വെള്ളമാണ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് നമുക്ക് ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കണ്ണത്തേരങ്ങൾ തുള്ളികളായി ടോവിനെയൊക്കെ ചിലപ്പോൾ ഈ വഴിയൊക്കെ ആയിരിക്കും വന്നാണ്. ചിലപ്പോൾ അപ്പുറത്തൂടെ വേറെ റോഡ് കാണുമായിരിക്കും. കൊതുക്, ഒരുപാട് കൊതുകൊക്കെ കാണുന്നുണ്ട് ഇവിടെ. ഈ കൊതുകടിയൊക്കെ നല്ലപോലെ കാണും. ഇവിടുന്നൊക്കെ വെള്ളം ഇറങ്ങിപ്പോയതാണ് കേട്ടോ. കായൽ കണ്ടോ, വലിയ ആറാണോ കായലാണോ എന്ന് അറിയാൻ മേല എനിക്ക്. നല്ല ഒഴുക്കുണ്ട് എന്തായാലും. ഈ പാലമൊക്കെ പഴയ പാലമാണ്. എനിക്ക് അങ്ങോട്ട് അതിലെ കൂടെ ഒഴിച്ച് നല്ല താഴെ നല്ല ഒഴുക്കാണ്. വേറെ ടെൻഷൻ. കര കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് വീട്. രണ്ട് പേരാണ് അതിൻ്റെ മുകളിൽ ഇരുന്ന്. എന്നാണ് ഭായിമാരാണ് കേട്ടോ. ഒരു ഭായിയും ഭായിയുടെ വൈഫും കൂടിയാണ് കേട്ടോ. അതിനകത്ത് ഒരു പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ പിറക്കുക. എന്നത്തിന് പിറക്കുവാണ് അത്? മറ്റേ ഒഴുക്കിനകത്ത് വന്ന് തടഞ്ഞിരിക്കുന്ന കുറേ അഴുക്ക് വേസ്റ്റുകളാണ് കേട്ടോ. അതിൻ്റെ മുകളിലാണ് ഇവർ ഈ കയറി നിൽക്കുന്നത്. മുങ്ങിപ്പോതില്ലേ? മീൻപിടുത്തക്കാരെ കണ്ടോ? അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് മീൻപിടുത്തക്കാരെ കാണാം കേട്ടോ. ഇവിടെ എല്ലാം വെള്ളം കയറി കിടക്കുവാണ്. ഈ ഭാഗങ്ങളിലൊക്കെയാണ് കേട്ടോ മറ്റേ പാട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ സിനിമ കണ്ടില്ല. സിനിമയ്ക്കകത്തൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ കാണുമായിരിക്കും. ഞാൻ ആ പാട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തായാലും ആ പാട്ടിനകത്ത് ഒരുപാട് സീനുകളൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. വെള്ളത്തിനകത്തൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ബോട്ട് ഓടിച്ചുകൊണ്ട് പോവുക വെള്ളത്തിനകത്തൂടെ. ബോട്ടിൻ്റെ ശബ്ദവും ഒക്കെ അല്ലേ. ഇതിലെ കൂടെ പോകുമ്പോഴൊക്കെ റിസ്ക്കാണ് കേട്ടോ. അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വലിയ കായലിനകത്ത് പോകും. ആറാണോ കായലാണോ എന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല. ഇതുണ്ടോ, നല്ല ഒഴുക്കാണ്. അതിനകത്ത് നല്ല രീതിയിൽ ഒഴുകി പോകുന്നുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ കിടക്കുന്ന ഈ വേസ്റ്റുകളൊക്കെ ഒഴുകി പോകുന്ന കാണുമ്പോൾ അറിയാം. നല്ല സ്പീഡിലാണ് ഒഴുക്ക്. അപ്പോൾ സൂക്ഷിക്കുക കേട്ടോ. ഇതിലൂടെ വരുന്ന ആൾക്കാരൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടേ. നമ്മൾ കുഞ്ഞു കളിച്ചൊക്കെ വന്ന് ഇതിനകത്തൊക്കെ പെട്ടു പോകാതിരിക്കുക. അതുകൊണ്ടോ വെള്ളം കിടക്കുന്ന കിടപ്പുണ്ടോ. ഇതാണ് ഗൈസ് പുളിങ്കുന്ന് പള്ളി. ആ ഫ്രണ്ടിൽ കാണുന്നതാണ് പുളിങ്കുന്ന് പള്ളി. അപ്പോൾ ഇതിൻ്റെ പല ഭാഗങ്ങളിലൊക്കെയാണ് നമ്മുടെ മിന്നൽവള എന്നുള്ള പാട്ടിൻ്റെ ചിത്രീകരണങ്ങളൊക്കെ നടന്നിട്ടുള്ളത് കേട്ടോ. ഷൂട്ടിങ്ങുകളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ബ്രേക്ക് ഇടുമ്പോൾ ബസ് ബ്രേക്ക് ഇടുന്ന പോലെ. ഇവിടെ നിന്ന് കറണ്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ജനറേറ്ററിൻ്റെയൊക്കെ ശബ്ദം. നമ്മൾ നേരെ പുളിങ്കുന്ന് പള്ളിയുടെ ഫ്രണ്ടിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ പിണ്ണേത്താണ്ടി വരുവയ്ക്കകത്ത പള്ളി. വേറെ ഒരുപാട് സിനിമയ്ക്കകത്തൊക്കെ ഈ പള്ളി ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ഇവിടെ വന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് അത്രയ്ക്ക് അങ്ങോട്ട് റീച്ച് ആയില്ലേ. കിടപ്പുണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്.
നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇതിവിടെ മഴക്കാലത്ത് വന്നാലും വെയിലുള്ള സമയത്ത് വന്നാലും ഭയങ്കര രസമുള്ള സ്ഥലമാണ്. എവിടെ പോയാലും അവിടെ നിർത്തി 2 ഫോട്ടോ എടുക്കണമെന്നുള്ളതാണല്ലോ നമ്മുടെ നിയമം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാം. ഹായ്. ആരാത്? നമുക്ക് തിരിച്ച് വേഗം അങ്ങ് പോകാം കേട്ടോ. നല്ല മഴക്കാറുണ്ട്. മഴ പെയ്താൽ നമ്മൾ പെട്ടുപോകും. മഴ എങ്ങാനും പെയ്ത് ഇവിടുത്തെ അവസ്ഥ നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലോ. മഴ പെയ്താൽ വെള്ളം കയറുമോ, വെള്ളം കൂടുമോ, കുറയുമോ എന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് എങ്ങാനും വെള്ളം കയറിയാൽ, ബൈ ചാൻസിൽ വെള്ളം കയറിയാൽ നമ്മളവിടെ പെട്ടുപോകും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് AC റോഡിൽ ചെല്ലണം. അവിടെ AC റോഡിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, വിഷയമില്ല, നമുക്ക് വിട്ടുപോകാം. ഇത് കണ്ടോ, ബോട്ടും ബസ്സും ആൾക്കാരും ബൈക്കും എല്ലാം ഒരേ ലെവലിലാണ് കേട്ടോ. ബോട്ടും പിന്നെ പൊങ്ങി കേട്ടോ മുകളിലോട്ട്. അല്ലെങ്കിൽ ബോട്ടൊക്കെ താഴെ നിൽക്കില്ല. അതായത് ആ വെള്ളത്തിൻ്റെ ലെവൽ കുറയുമ്പോൾ ബോട്ട് ഓൾറെഡി താഴുമല്ലോ. പഴയ ബോട്ടായിരുന്നു കേട്ടോ. അത് കാണുമ്പോൾ അല്ലാത്തൊരു പിള്ളേരൊക്കെ നടന്നു പോകുന്നു കേട്ടോ. ഇവർക്ക് വളം കടിക്കത്തില്ല എന്നുള്ളതാണ്. കുറേ ദിവസം വെള്ളത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ കാലിൻ്റെ അടിവശമൊക്കെ പൊട്ടും. ആംബുലൻസ് പോകണം കേട്ടോ. ആംബുലൻസ് അല്ല കേട്ടോ, സോറി. പിന്നെ ഇതുപോലെ വെള്ളത്തിൽ കൂടെ ബൈക്ക് ഓടിച്ച് പോകുമ്പോഴത്തേക്കിനെ സൂക്ഷിക്കുക കേട്ടോ. ആൾക്കാരൊക്കെ നടന്ന് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പോസിറ്റിൽ ബൈക്ക് വന്നാലും നമ്മൾ അവരുടെ ദേഹത്ത് വെള്ളം തെറിപ്പിക്കാതെ സൂക്ഷിക്കണം കേട്ടോ. അവർ വരുന്ന സമയത്തൊന്ന്, അല്ലെങ്കിൽ ആൾക്കാരോ അല്ലെങ്കിൽ വേറെ ബൈക്കുകളോ അല്ലെങ്കിൽ വേറെ വണ്ടികളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അവർ വലിയ തെറിയും പറയും. അത് കേൾക്കേണ്ടി വരും. ഇതൊക്കെ സ്കൂളാണ് കേട്ടോ. സ്കൂളൊക്കെ അടച്ചിട്ടേക്കുവാണേ. സ്കൂളിൽ നിന്ന് പഠിത്തമില്ല. ഇതുകൊണ്ട് ബോട്ടൊക്കെ കിടക്കുന്നുണ്ടോ. ഇവിടെയുള്ള സ്കൂളുകൾക്കൊക്കെ അവധിയായിരിക്കണം. അല്ലാതെ പിള്ളേരെങ്ങനെ ഈ വെള്ളത്തിൽ കൂടെ ഒക്കെ വരും? മഴക്കാഴ്ചകൾ ഇതൊക്കെയാണ് കുട്ടനാടിൻ്റെ കാഴ്ചകൾ കേട്ടോ. നമുക്കിതൊക്കെ കാണാൻ കാഴ്ചകളൊക്കെ ഭയങ്കര രസമുള്ള കാഴ്ചകളാണെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്ക്, ഞാൻ വീണ്ടും പറയും, ഇവിടെയുള്ള ആളുകൾക്ക് ഭയങ്കര ദുരിതമായിരിക്കും കേട്ടോ ഇവിടുത്തെ ജീവിതം. നമ്മളത് ആസ്വദിക്കാൻ വന്നതല്ല. ഇവിടുത്തെ അവസ്ഥയൊക്കെ എങ്ങനെയാണ്, വെള്ളം കയറിക്കൊണ്ടോ ഇല്ലോ എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു. കുഴപ്പമില്ല, ബൈക്ക് ഓടിച്ച് പോരാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളം ഉണ്ടായിരുന്നുള്ളൂ റോഡിൽ. നമുക്ക് എന്തായാലും വേഗം അങ്ങ് പോവാം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെ ഇത് കണ്ടോ, ഒരു പുള്ളി പോയതുണ്ടോ, ഒരു മര്യാദ ഇല്ലാത്തൊരു പോക്കല്ലേ പോയത്. ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ മര്യാദ നമ്മൾ കാണിക്കണമെന്നാണ് ഞാൻ മുമ്പേ പറഞ്ഞത് കേട്ടോ. ഞാനിപ്പോൾ ഒരു റെയിൻകോട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാതാണ് ഈ ബൈക്ക് ഓടിക്കുന്നത്. അപ്പം എൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഒരാൾ എന്നെ ദേഹത്ത് വെള്ളം തെറിപ്പിക്കാതിരിക്കുക എന്നുള്ള സാമാന്യ മര്യാദ നിങ്ങൾ കാണിക്കണം എന്നാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഏകദേശം കുട്ടനാട്ടിൽ എല്ലാ ഭാഗങ്ങളും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കും കാഴ്ചകളും കാര്യങ്ങളൊക്കെ. വെള്ളം കയറിയ പാടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പം ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ, ഇവിടുത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ കുട്ടനാട്ടിലെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.